മിഥുന്റെ ജീവനെടുത്ത ആ KSEBയുടെ ലൈൻ ഇപ്പോൾ അഴിച്ചു മാറ്റുന്ന നടപടിയിലേക്ക് പോവുകയാണ്. എല്ലാം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ പുതുക്കി മാറ്റുകയാണ്. ഈ ലൈനിൽ നിന്നുള്ള വൈദ്യുതി ഷോക്കേറ്റാണ് ആ കുഞ്ഞ് ജീവൻ പ്രാണൻ അറ്റുപോയത്. മിഥുവിൻ്റെ മരണശേഷം മിഥുൻ്റെ ചിത കെട്ടടങ്ങിയ ശേഷമാണിപ്പോൾ നടപടിയിലേക്ക് KSEB പോകുന്നത്. ഇപ്പോൾ വൈദ്യുതി ലൈൻ മാറ്റുന്നതിൻ്റെ നടപടി ദൃശ്യങ്ങളാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ണൻ നായർ ചേരുന്നുണ്ട് കൊല്ലത്ത് നിന്നും. കണ്ണൻ, ഇപ്പോൾ നടപടിയെടുക്കുകയാണ്. ആദ്യമേ നേരത്തെ ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പോൾ ഈ ദുരന്തത്തിന് ശേഷം ചെയ്യുന്നു. എന്തൊക്കെയാണ് ഇപ്പോൾ അവിടെ KSEB ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനങ്ങൾ? നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. ദൃശ്യങ്ങളിൽ KSEB ഉദ്യോഗസ്ഥർ ആ 3 ഫേസ് ലൈൻ അഴിച്ചു മാറ്റുന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുവാൻ സാധിക്കുന്നത്. ഈ 3 ഫേസ് ലൈനിൽ നിന്ന് വൈദ്യുതാഘാതമേറ്റാണ് മിഥുൻ എന്ന 13 വയസ്സുകാരൻ്റെ മരണം സംഭവിച്ചിരിക്കുന്നത്. ആ 3 ഫേസ് ലൈൻ പൂർണ്ണമായും കട്ട് ചെയ്ത് മാറ്റുന്ന ഒരു പ്രവൃത്തിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ആ ലൈൻ പൂർണ്ണമായിട്ടും കട്ട് ചെയ്ത് അത് പുറത്തേക്ക് മാറ്റുകയാണ്. ആ ഒരു നടപടിയിലേക്ക് KSEB പോയിരിക്കുന്നു. അതായത് ഒരു കുഞ്ഞിൻ്റെ മരണത്തിന് ശേഷം ആ ഒരു അനാസ്ഥ ഇപ്പോൾ ഇല്ലാതാക്കിയിരിക്കുന്നു. ആ ഒരു അനാസ്ഥ മൂലമുണ്ടായ ആ ദുരന്തത്തിൻ്റെ കാരണമായിട്ടുള്ള ലൈൻ ഒഴിവാക്കാൻ വേണ്ടിയുള്ള നടപടി ഇപ്പോൾ KSEBയുടെ ഭാഗത്തു നിന്ന് ആരംഭിച്ചിരിക്കുന്നു. ഈ KSEBയുടെ ലൈൻ മാറ്റും എന്നുള്ള ഒരു നിർദ്ദേശം നേരത്തെ മന്ത്രി നൽകിയിരുന്നു. ഇന്നലെ ഇവിടെ എത്തിയ വിദ്യാഭ്യാസ മന്ത്രി അടക്കമുള്ള ആൾക്കാർ ഈ ലൈൻ മുറിച്ചു മാറ്റും എന്നുള്ള ഒരു നിർദ്ദേശം നൽകിയിരുന്നു. ആ കുഞ്ഞിൻ്റെ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം ഇപ്പോൾ ഈ KSEB ഉദ്യോഗസ്ഥർ ആ ലൈൻ മുറിച്ചു മാറ്റുന്ന ഒരു പ്രക്രിയയിലേക്ക് പോവുകയാണ്. കാര്യം തെറ്റ് തിരുത്താനുള്ള നടപടിയിലേക്ക് KSEB ഉദ്യോഗസ്ഥർ പോകുന്നു. പക്ഷേ ഒരു കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടമായ ശേഷമുള്ള നടപടിക്രമങ്ങളാണ്, ആ ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ മാതൃഭൂമി ന്യൂസിലൂടെ കാണുന്നത്. ഈ പൂർണ്ണമായിട്ടും ആ KSEB ലൈൻ ഉദ്യോഗസ്ഥർ മുറിച്ചു മാറ്റുന്ന നടപടിയാണ്. ഈ KSEB ലൈൻ ഒരു വള്ളം പോലെ താഴേക്ക് കിടക്കുകയായിരുന്നു. ആ ലൈൻ താഴേക്ക് കിട്ടുന്നത് മൂലമാണ് ഈ ഒരു കുഞ്ഞിൻ്റെ മരണം സംഭവിച്ചതെന്നുള്ള വലിയ ഒരു ആക്ഷേപമല്ല, സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. ആ ഒരു മരണം ഉണ്ടാകാൻ കാരണം ആ ഒരു KSEB ലൈൻ അവിടെ കിടന്നതാണ്. ഈ സൈക്കിൾ ഷെഡിൻ്റെ ഏതാണ്ട് 0.8 മീറ്റർ, അതായത് 3 അടി മാത്രം ഉയരത്തിലാണ് ആ ഒരു KSEBയുടെ 3 ഫേസ് ലൈൻ ഉണ്ടായിരുന്നത്. അത് മൂലമാണ്, അതിൽ തട്ടിയാണ് അപകടം ഉണ്ടാവുകയും ദുരന്തമുണ്ടാവുകയും ആ കുഞ്ഞ് മരണത്തിന് കീഴടങ്ങുകയും ചെയ്തത്. ആ ഒരു സംഭവത്തിൽ കാരണമായിട്ടുള്ള ആ ലൈൻ പൂർണ്ണമായിട്ടും അഴിച്ചു മാറ്റുന്ന പ്രക്രിയയിലേക്ക് KSEB പോവുകയാണ്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഓരോ ലൈനുകളും കട്ട് ചെയ്ത് പൂർണ്ണമായും അത് താഴേക്ക് വലിച്ചു താഴെയിടുകയാണ്. അതിനുശേഷം മറുഭാഗത്തൊരു പോസ്റ്റുണ്ട്. ആ പോസ്റ്റിൽ നിന്നുള്ള ഒരു ബന്ധം കൂടി വിച്ഛേദിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായും ആ വൈദ്യുതി ലൈൻ അവിടെ നിന്ന് ഒഴിവാക്കി ഒരു സുരക്ഷിതമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ സാധിക്കും. ആ സൈക്കിൾ ഷെഡിന് മുകളിലുള്ള ആ ലൈൻ പൂർണ്ണമായിട്ടും മാറ്റാൻ ഉതകുന്ന തരത്തിലുള്ള ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ KSEB ഉദ്യോഗസ്ഥർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 4 KSEB ഉദ്യോഗസ്ഥർ എത്തി വൈകിട്ടോടുകൂടി ആ കുഞ്ഞിൻ്റെ മരണത്തിന് ശേഷമാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് KSEBയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ള അനാസ്ഥ. അവരുടെ അതായത് ഈ ഷെഡിൻ്റെ മുകളിൽ കൂടി വൈദ്യുതി ലൈൻ പോകുന്ന ഒരു കണ്ടിട്ടും അത് അഴിച്ചു മാറ്റാത്ത ഒരു അനാസ്ഥയ്ക്ക് ഇപ്പോൾ ഒരു പരിഹാരം ഉണ്ടാക്കിയിരിക്കുന്നു. പക്ഷേ എന്ത് പരിഹാരം ചെയ്താലും നഷ്ടമായത് ഒരു കുഞ്ഞിൻ്റെ ജീവനാണ്.